പ്രിയപ്പെട്ടവരെ, തമിഴ്നാട് എന്നും ഒരു ദൃശ്യവിസ്മയം തന്നെയാണ്. നമ്മളിന്ന് യാത്ര പുറപ്പെട്ടിരിക്കുന്നത് മഹാബലിപുരത്തേക്കാണ്. ചെന്നൈയിൽ നിന്നും ഏകദേശം 59-60 കിലോമീറ്റർ തെക്ക് മാറി കടൽ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പൈതൃക കേന്ദ്രമാണ് മഹാബലിപുരം. ഇപ്പോഴും ശില്പനിർമ്മാണത്തിനും മറ്റും പേരുകേട്ട ഒരു സ്ഥലം കൂടിയാണ് മഹാബലിപുരം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഈ സ്ഥലം കാണാനായി എത്തിച്ചേരുന്നു. ഇപ്പോൾ ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണയിലാണ്. ഒരാൾക്ക് 40 രൂപയാണ് ഇവിടേക്ക് കയറുന്നതിനുള്ള പ്രവേശന ഫീസ്. ഇതിന് പുറമെ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖ കൂടി കാണിച്ചാൽ മാത്രമേ നിങ്ങൾക്കകത്ത് പ്രവേശിക്കാനാവൂ. അകത്ത് കടന്നാൽ ആദ്യം കാണുന്നത് കൃഷ്ണാസ് വാട്ടർഫോൾ എന്ന് പറഞ്ഞ ഒരു ഉരുണ്ട പാറയാണ്. ഈ പാറ കുന്നിൻ ചരിവിൽ വീഴാൻ പാകത്തിനിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. 6 മീറ്റർ ഉയരവും 5 മീറ്റർ വീതിയുമുള്ള ഈ പാറക്കല്ലിന് 250 ടൺ ഭാരമുണ്ട്. ഇത് കൃഷ്ണനുമായി ബന്ധമൊന്നും ഇല്ലെങ്കിലും പ്രാദേശിക ജനങ്ങൾ ഇതിനെ കൃഷ്ണാസ് വാട്ടർഫോൾ എന്നാണ് വിളിക്കുന്നത്. നേരത്തെ ഇത് നീക്കം ചെയ്യാൻ ഒരു ശ്രമം നടന്നിരുന്നു. 1.2 മീറ്റർ ബേസ് ഉള്ള ഈ ഉരുളം പാറയെ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലങ്ങളിൽ ജനങ്ങളുടെ സുരക്ഷയെ കരുതി നീക്കം ചെയ്യുന്നതിനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. മഹാബലിപുരത്തെ ക്ഷേത്രങ്ങൾ എല്ലാം തന്നെ ഒറ്റപ്പാറ തുരന്ന് നിർമ്മിച്ചെടുത്തവയാണ്. പാറയിൽ ശില്പങ്ങളും ക്ഷേത്രവും ക്ഷേത്രമണ്ഡപവും ഒക്കെ തയ്യാറാക്കിയിരിക്കുന്നത് കാണാം. അതിമനോഹരമായി വളരെയധികം പൂർണ്ണതയോടുകൂടി ശില്പങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും കാണാം. വരാഹ ടെമ്പിളാണ് നമ്മൾ ഇതുപോലെ കാണുന്നത്. 1300 വർഷങ്ങൾക്ക് ശേഷവും ഈ ഓരോ ശില്പവും അതിൻ്റെ പൂർണ്ണതയിലോ അതിൻ്റെ തെളിച്ചത്തിലോ യാതൊരു മങ്ങലും ഏൽക്കാതെ ജനലക്ഷങ്ങൾക്ക് അറിവ് പകർന്ന് അവിടെ നിലകൊള്ളുന്നു. പല്ലവ രാജാക്കന്മാരായ നരസിംഹവർമ്മൻ ഒന്നാമൻ്റെയും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ രാജസിംഹൻ്റെയും ഭരണകാലഘട്ടത്തിലാണ് ഇവിടെ കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. ശിലകളിലും മറ്റും മഹാഭാരത കഥയെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചിട്ടുള്ള പല കലാമാതൃകകളും ഇവരുടെ കാലഘട്ടത്തിൽ സൃഷ്ടിക്കപ്പെട്ടവയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് നരസിംഹവർമ്മൻ ഒന്നാമൻ്റെ കാലഘട്ടത്തിലാണ്. ഇവിടുത്തെ കുന്നുകൾക്ക് മുകളിലെ പാറകളിൽ നിന്ന് ചുറ്റും നോക്കിയാൽ ചുറ്റുമുള്ള ക്ഷേത്രങ്ങളും നഗരവും അതുപോലെ തന്നെ ഗ്രാമങ്ങളും കാണാൻ കഴിയും. അവിടെ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നിർമ്മിതിയാണ് റോയ ഗോപുരം. ഇത് അപൂർണമായ ഒരു നിർമ്മിതിയാണ്. മേൽക്കൂരയില്ലാത്ത ഈ നിർമ്മിതി ശില്പഭംഗി കൊണ്ട് പ്രസിദ്ധമാണ്. ഇവിടെ സന്ദർശിക്കുന്നവരിൽ ഭൂരിഭാഗവും ഇതിൻ്റെ ശില്പ മാതൃകകൾക്ക് ഇടയിൽ നിന്ന് ഫോട്ടോകൾ എടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഓരോ നിർമ്മിതിക്ക് മുമ്പിലും ആ നിർമ്മാണത്തെ സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ രേഖപ്പെടുത്തി സൂക്ഷിച്ചിട്ടുണ്ട്. ഇവ വായിച്ച് മനസ്സിലാക്കിയാൽ ഇവയുടെ നിർമ്മാണ കാലഘട്ടത്തെക്കുറിച്ചും നിർമ്മിച്ചത് ആര് എന്നതിനെ സംബന്ധിച്ചും സഞ്ചാരികൾക്ക് വ്യക്തമായ ധാരണ ലഭിക്കും. പൗരാണികത തുളുമ്പി നിൽക്കുന്ന ഈ നിർമ്മിതികൾ മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിലേക്കുള്ള വലിയ ഒരു സൂചകം തന്നെയാണ്. റോയ ഗോപുരത്തിൽ നിന്നും നമ്മൾ അടുത്തതായി എത്തുന്നത് ദ്രൗപദി കുളത്തിലേക്കാണ്. കുന്നിൻ മുകളിലെ പാറയിൽ ബാത്ത് ടബ് പോലെ വെട്ടിയൊതുക്കി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നിർമ്മിതിയാണ് ദ്രൗപദി കുളം. വെള്ളം ശേഖരിക്കുന്നതിന് ആധുനിക കാലത്തെ ബാത്ത് ടബുകൾക്ക് സമാനമായി തോന്നുന്ന ഒരു നിർമ്മിതി ആണിത്. നിലവിൽ വരൾച്ചയായതിനാൽ ഇതിൽ വെള്ളം ഇല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അവ ശുചിയായി സൂക്ഷിക്കുന്നതിൽ അവിടെ എത്തുന്ന സഞ്ചാരികൾ പരാജയപ്പെടുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഈ കുന്നിൻ മുകളിൽ നിന്ന് നോക്കിയാൽ ചുറ്റുമുള്ള ഗ്രാമങ്ങളെ അതിമനോഹരമായി നമുക്ക് കാണാൻ കഴിയും. അവിടെ നിന്നിറങ്ങി തുടർന്നുള്ള നിർമ്മാണങ്ങളും നിർമ്മിതികളും കാണുന്നതിനായി നമുക്ക് പുറപ്പെടാൻ കഴിയും. പാറകൾക്കിടയിൽ അവ വെട്ടിയൊതുക്കി പോളിഷ് ചെയ്ത് സുന്ദരമാക്കി പാറകൾ പാതയിൽ വിരിച്ച് ആൾക്കാർക്ക് സഞ്ചരിക്കാനുതകും വിധം വളരെ മനോഹരമാക്കി വഴികൾ ഒരുക്കി വച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അവിടെ ഒരു വാച്ച് ടവറും ലഭ്യമായിട്ടുണ്ട്. ഈ വാച്ച് ടവറിൽ നിന്ന് ചുറ്റുമുള്ള ഗ്രാമങ്ങളെയും ബംഗാൾ ഉൾക്കടലിനെയും നഗരത്തെയും ചുറ്റുമുള്ള ക്ഷേത്രങ്ങളെയും അതിമനോഹരമായി വീക്ഷിക്കുന്നതിന് നമുക്ക് കഴിയും. പാറയുടെ മുകളിലുള്ള ആ നിർമ്മിതിയും അത്ഭുതകരമാം വിധമുള്ള ആ നിർമ്മിതിയും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. മഹാബലിപുരത്തിന് മാമല്ലപുരം എന്നൊരു പേര് കൂടി ഉണ്ട്.
നരസിംഹവർമ്മൻ ഒന്നാമൻ്റെ കഥയുമായി ബന്ധപ്പെട്ടാണ് ആ പേര് ഉണ്ടായിട്ടുള്ളത്. മഹാബലിപുരത്തെ പ്രധാനപ്പെട്ട നിർമ്മിതികളുടെ എല്ലാം സൂത്രധാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന പല്ലവ രാജാവായ നരസിംഹവർമ്മൻ ഒന്നാമനെ മാമല്ലൻ എന്നും അറിയപ്പെട്ടിരുന്നു. വലിയ യോദ്ധാവ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിലാണ് മാമല്ലപുരം മഹാബലിപുരം എന്നുകൂടി അറിയപ്പെടാൻ തുടങ്ങിയത്. വരാഹക്ഷേത്ര നിർമ്മാണവുമായി ഈ പേരുമാറ്റത്തിന് ചില ബന്ധങ്ങൾ ഉണ്ട്. തമിഴ് സംസ്കാരം അതിപുരാതനവും ക്ലാസിക്കുമാണ്. ശില്പകല, സാഹിത്യം, കല എന്നിങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ തമിഴ് സൃഷ്ടിച്ചെടുത്ത മായാപ്രപഞ്ചം ഇന്നും ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അവരുടെ സാംസ്കാരിക തനിമയെ തിരിച്ചു പിടിക്കുന്നതിലും സൂക്ഷിക്കുന്നതിലും തമിഴ് ജനത അത്യന്തം ശ്രദ്ധാലുക്കളാണ്. മഹാബലിപുരത്തെ കാഴ്ചകൾ കണ്ട് പുറത്ത് ഇറങ്ങി കടൽ തീരത്തേക്കുള്ള യാത്രയിൽ റോഡരികിലാണ് ഈ ശില്പഭംഗി നമ്മൾ കാണുന്നത്. അർജുനാസ്പെനൈസ് എന്ന് പറയുന്ന ഈ ശില്പ മാതൃക അതിൻ്റെ പൂർണ്ണത കൊണ്ട് നമ്മളെ ഏവരെയും ആകർഷിക്കും. അതിമനോഹരമായ രീതിയിൽ അവ സംരക്ഷിച്ചിരിക്കുന്നു. ഏതൊരാളെയും കൊതിപ്പിക്കുന്ന രീതിയിൽ അതിനെ വിന്യസിക്കുന്നതിനും അധികാരികൾ വിജയിച്ചിട്ടുണ്ട്. ഇനി രഥങ്ങളും സമുദ്രതീരത്തെ ക്ഷേത്രവും അതിനോട് അനുബന്ധിച്ചുള്ള വ്യാപാര കേന്ദ്രങ്ങളുമാണ് നമുക്ക് കാണാനുള്ളത്. പ്രധാനമായി മഹാബലിപുരത്തു നിന്നും സമുദ്രതീരത്തെ ക്ഷേത്രം കൂടി കണ്ട് നമുക്ക് മടങ്ങാം. നരസിംഹവർമ്മൻ II എന്നറിയപ്പെടുന്ന രാജസിംഹൻ്റെ കാലത്ത് നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം. ശിലകൾ കൊണ്ട് മണ്ഡപവും ഗോപുരവും ചുറ്റുമതിലും നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം കാഴ്ചയിൽ അതിമനോഹരമാണ്. ക്ഷേത്രത്തിന് പുറകുവശത്തായി ബംഗാൾ ഉൾക്കടൽ സ്ഥിതി ചെയ്യുന്നു. തീരത്ത് വ്യാപാര കേന്ദ്രങ്ങളും ഉണ്ട്. ചരിത്രാന്വേഷികൾ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട ഭൂമികയാണ് മഹാബലിപുരം. നിങ്ങളുടെ ജീവിതത്തിലും ഒരിക്കലെങ്കിലും ഇവിടെ സന്ദർശിക്കുക, കാണുക, കണ്ട് മടങ്ങുക. നന്ദി.